പാറയിലോട്ട് ഇടിക്കാൻ പോകുന്നു. ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ സൗദിയിലെ തായ്ഫിലേക്കുള്ള റോഡ് ട്രിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട് ചുരം കാണുമല്ലോ, താമരശ്ശേരി ചുരം. എൻ്റെ മോനെ, ആ മല കണ്ടോടാ, സൂചിമല പോലെയുണ്ട്. ഇങ്ങനെ വളവ്, ഒരു വലിയൊരു വളവ് വരുന്നത്, അത് കണ്ടിട്ട് ഇവിടെ ഒന്ന് തന്നിട്ട് നമ്മുടെ നാട്ടൊക്കെയാണ് ഇങ്ങനെ വഴിക്ക് നിർത്തിട്ട് ഫോട്ടോ എടുക്കും. ഇവിടെ എവിടെയാണപ്പാ, എനിക്ക് വയ്യ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കേട്ടം ഗൈസ്, നമ്മൾ 2 മണിക്കൂർ വീഡിയോ എടുക്കുകയായിരുന്നു, പക്ഷെ ഇതൊന്നും മനസ്സിലായില്ല. വീഡിയോ ഓണാക്കാൻ എത്ര വീഡിയോ എടുത്തത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു വലിയ മല കയറുകയാണ് ഗൈസ്, പക്ഷെ ഇപ്പോൾ മല കയറുന്നത് കാണിക്കാൻ ഒരു വഴികളൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു പോയി. റെഡ്യൂസ് സ്പീഡ് ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ നോക്കും നമ്മൾ പാറയിലോട്ട് ഇടിക്കാൻ പോകുന്ന പോലെയാണ് പോകുന്നത്. നേരത്തെ ഇങ്ങനെയാണ് പോയത്, പക്ഷെ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ തിരിഞ്ഞു, ഒരു വലിയ കുന്ന് നമ്മൾ കയറുകയാണ്. പക്ഷെ ഇതിന് മനസ്സിലാകാത്തത് വളഞ്ഞും പൊളഞ്ഞും കയറുന്നുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. എന്നുവെച്ചാ അയ്യോ, ചേട്ടന്മാരെ സൂക്ഷിക്കണ്ട ചേട്ടന്മാരെ. ഗൈസ്, നമ്മൾ ഒരുപാട് ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല രസമുണ്ട്, നല്ലൊരു സുംബോ പരിപാടിയാണിത്, അടിപൊളിയാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. Let's wait and see. കുരങ്ങൻ ഗൈസ്, നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് ഒരുപാട് കുരങ്ങുകളെയാണ്. ഒരു മൈഗോടി കുരങ്ങളൊക്കെ ഒരു സമരം ചെയ്യുകയാണെന്ന് തോന്നുന്നു. എന്തോ പരാതിയും പരിപാടിയും ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, അവരെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാകാൻ നിൽക്കുന്നില്ല. ഞാനിപ്പോൾ പോന്നു. ഇവർക്കെല്ലാം ഇവിടെ ഒന്നും പഴങ്ങളുണ്ട്. നോക്കൂ ഗൈസ്, നമുക്ക് ഒരുപാട് മരങ്ങൾ കാണാം, പക്ഷെ വലിപ്പം വെക്കാത്ത മരങ്ങളാണെന്ന് തോന്നുന്നു. അത്യാവശ്യം പൊക്കമൊക്കെ ഉണ്ട്, അവരെ കൊണ്ട് പറ്റുന്നതനുസരിച്ച് വളർന്നിട്ടുണ്ട്. പറ്റുണ്ടാവുള്ളൂ, കുറച്ച് വെട്ടം കുറവുണ്ടാവും. നമുക്ക് ഇനി 30 മിനിറ്റ് പോകാനുണ്ട്. 1 മണിക്കൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റും. പിന്നെ ഭയങ്കര സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ടയർ പഞ്ചറായി വരുന്നുണ്ട്, പതുക്കെ പോണേ. ഇത് എന്തൊരു സൈസ് പാറയാന്ന് എനിക്ക് അറിയില്ല ഗൈസ്, ഇത് പേരാൻ പോലും പറ്റുന്നില്ല എനിക്ക്. ചാണകം എന്നുവെച്ചാല് ഫുള്ള് മല മുഴുവൻ കോൺക്രീറ്റ് ചെയ്യേ, എന്തൊരു കഷ്ടപ്പാടായിരിക്കും. അൺബിലീവബിൾ, ഒറ്റ വാക്കിനകത്തേ പറയാനുള്ളൂ. ഈ കണ്ട മല മുഴുവൻ കയറി തൂങ്ങി നടന്ന് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ അത് എന്ത് കഷ്ടപ്പെട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഒരുപാട് കുരങ്ങന്മാരെ കാണാം. അവരെന്തോ മീറ്റിങ്ങിന് പോവുകയാണെന്ന് തോന്നുന്നു. ഇരുട്ട് പോകാത്തത് എന്താ, അവർക്ക് ആ വഴിയാണോ ഉള്ളത്? ഗൈസ്, നമ്മളിപ്പോൾ മേലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ ഞാൻ പറയണ്ടേ, എനിക്കറിയില്ല എന്താ പറയണ്ടേ, അത്രയ്ക്ക് സംഭവമാണ്. നോക്കൂ, അടിയിലോട്ട് നോക്കുമ്പോൾ അള്ളായിരിക്കും. നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം, അപ്പം നമുക്ക് മനസ്സിലാവും. ഒരു ശരിക്കും പറഞ്ഞ ഒരു കോറിയിൽ കൂടി പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇവരിങ്ങനെ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കഷ്ടപ്പാട്. നോക്കൂ, ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്, എന്താണെന്നറിയില്ല. ലൈറ്റായിരിക്കും. ഫോളിങ് റോക്ക്, സോറി ഗൈസ്, അതൊക്കെ വെളിയിൽ നിന്ന് ഉരുണ്ട് വീഴുന്ന സൈസ് കല്ലുകളാണ്. അതുകൊണ്ടാണ് അതിനെ ഫോളിങ് റോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് പോകണം. മേളിൽ നിന്ന് കല്ല് എടുത്തുകൊണ്ട് വിടുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തി സ്ലോ ആക്കി കല്ല് ഉരുട്ട് പോയി കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഗൈസ് നോക്കൂ, അവിടെ എന്തൊക്കെയോ വലിയ എന്തൊക്കെയോ കാണാം നമുക്ക്. ഫോണിൽ എന്തൊക്കെയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കെല്ലാം കാണുന്നുണ്ട്. ഗായ്സ് നോക്കൂ, ഇവിടെ വലിയ പായൽ പോലത്തെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഫോണിൽ ക്ലിയർ ആവുന്നതെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സൂം ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എനിക്കൊരു മറന്നു പോകും ഫോൺ ഓൺ ആക്കിയിട്ടുള്ള കാര്യം. കൂടി കയറി പോകുക എന്ന് പറയുന്നത് ദുസ്സഹം എന്ന് വെച്ചാൽ ദുസ്സഹം. എൻ്റെ ഫോണിൽ ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്യാമറയിൽ ഇതൊക്കെ കാണുന്നുണ്ട്. 2 മനുകൾ ഒറ്റപ്പെട്ട് നിൽപ്പുണ്ട്. അവർക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് തോന്നുന്നു. അവരെന്തോ പിണങ്ങി നിൽക്കുന്നവരെ പോലെ ഉണ്ട് കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളിതാണ്ട് വീണ്ടും അടുത്ത പുഴ കയറാൻ പോവാണ്. നമ്മളിങ്ങനെ മലയിലോട്ട് ഇടിക്കുന്ന പോലെ ഇങ്ങനെ മേലെ പോയിട്ട് തിരിയണം. അതാണ് ഇവരുടെ ഒരു മാക്സിമം പോയിന്റ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് തായ്ഫ്.
ശരിക്കും. നോക്കൂ, ഇവിടെ എന്തോ ഉണ്ട്, വെള്ളച്ചാട്ടം. ഓ മൈ ഗോഡ്, ഈ വെയിലത്ത് വെള്ളച്ചാട്ടം, അൺബിലീവബിൾ ഗൈസ്. ഇവിടെയൊക്കെ നമുക്ക് ചില പച്ചപ്പ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റോപ്പ് വേയിൽ റോപ്പിനകത്ത് ആളൊന്നും കാണുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഗൈസ്, ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് ഇവിടെ ഒരു പണിതിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിനി 27 മിനിറ്റ് കൂടി പോകാനുണ്ട്. 27 മിനിറ്റുള്ള യാത്ര ഇങ്ങനെ തന്നെയായിരിക്കും എന്നാണ് തോന്നുന്നത്. സോ നമുക്ക് വീണ്ടും കണക്കും വരാം. വണക്കം.